എൻ്റെ മാർക്കോ കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നു. നല്ല ബ്ലോക്ക് കേട്ടോ. അവസാനം എനിക്ക് റോക്കി ബായ് കളിക്കേണ്ടി വന്നു. കൈ വെളിയിലിട്ട് വണ്ടി ഞാൻ റോഡ് ക്രോസ് ചെയ്തു. തിയേറ്ററിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ടിക്കറ്റ് എടുക്കാൻ പോയ വിശാഖ് ഒരു കൂട്ടം ആളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നെ അടിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മോനെ തിയേറ്റർ ഫുള്ള് ആളായിരുന്നു കേട്ടോ. അങ്ങനെ പടം തുടങ്ങി. അങ്ങനെ ഇൻട്രോവലിന് പപ്സും ചായയും മേടിച്ചിട്ട് തിരിച്ചു കയറി കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമണ്ണിൽ വേദനിച്ചില്ലാതെ ആവുന്നു. ഡയറക്ടറുടെ പേരെഴുതി കാണിച്ചപ്പം പടം തീർന്നെന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. അങ്ങനെയൊന്നും പോവല്ലേ, പടം തീർന്നില്ല. മലയാള സിനിമയിൽ ഇനി ഇതേണൊക്കെ ഒരു സിനിമ വരത്തില്ല ഇല്ലേ. ഇനിയിപ്പോ ഏത് സിനിമ വന്നാലും ഇതിന്റെ ഒരു കോപ്പിയാന്ന് പറഞ്ഞത്. എന്തായാലും പടം കൊള്ളാം, അടിപൊളി പടമാണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ടേ മതി. ഇത് OTT ഒക്കെ വന്നിട്ട് ഇത് കണ്ടിട്ട് അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. ഉണ്ണിമൂന്നിന്റെ ഒരു എന്ത് പറഞ്ഞേ, ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ്. ഇതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അന്യായ വയലൻസ് അല്ലേ. ലോജിക്കൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം വരാൻ. ലോജിക്കും മറ്റേതും വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിനിമയെ അങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊക്കെ എടുത്ത് വീട്ടിൽ അലമാര വെച്ചിട്ട് വരിക, പടം കാണുക. ഈ ഒരു പടം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ കോപ്പി ആയിരിക്കും. മലയാള സിനിമയിൽ ഇനി ഇതാണ് നാഴികക്കല്ല്. ഇതിനപ്പുറം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു സിനിമ ഇറക്കാൻ പറ്റത്തുള്ളൂ.